ചില പാട്ടുകളിലെ ചില ഭാഗങ്ങൾ നമുക്ക് വളരെ പ്രിയപ്പെട്ടതായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ കണ്ണാൻ തുമ്പി പോരാമോ എന്ന പാട്ടാണെങ്കിൽ അതിന്റെ അനുപല്ലവി ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. തന്നെ നന്നേ നന്നേ നാനാ നാനാ നാ, നാനാ നാനാ നാ. അതുപോലെ നമുക്ക് പല പാട്ടിലെയും ചില ഭാഗങ്ങൾ മാത്രം വളരെ പ്രിയപ്പെട്ടതാണല്ലോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടിലെ ആ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്ത് റിംഗ് ടോൺ ആക്കാൻ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ ആ പാട്ട് നിങ്ങളുടെ ഫോണിൽ ഉണ്ടായിരിക്കണം. ഇപ്പോൾ പലരും പലയിടത്തുനിന്നും MP3 പാട്ട് ശേഖരിക്കാറില്ലേ? ഇങ്ങനെ നിങ്ങൾ ശേഖരിച്ച് വെച്ച ശേഖരണത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതിൻ്റെ ഇഷ്ടപ്പെട്ട ഭാഗം മാത്രം നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് റിംഗ് ടോൺ ആക്കാൻ പറ്റും ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ നിന്ന് നിങ്ങൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഇനി ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാനൊന്ന് വീഡിയോയിൽ കാണിച്ചു തരാം. ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് റിംഗ് ടോൺ നിർമ്മിക്കാൻ മാത്രമല്ല, നമുക്ക് റിംഗ് ടോൺ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്യാനും ആപ്ലിക്കേഷൻ സഹായിക്കുന്നതാണ്. അതിനെക്കുറിച്ച് പറയുന്നത് കൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ആദ്യം തന്നെ വീഡിയോ പരസ്യമായിരിക്കും കാണിക്കുക. അത് എക്സിറ്റ് പോയാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആകും. ഇനി പരസ്യങ്ങളെ കാണിക്കണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഓഫ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഒരുപാട് ഓപ്ഷൻ ഇതിനകത്തുണ്ട്, അതിനെക്കുറിച്ചിട്ടൊന്നും പറയുന്നില്ല. ഇഷ്ടപ്പെട്ട പാട്ടിൽ നിന്ന് റിംഗ് ടോൺ കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ നിങ്ങൾക്ക് MP3 കട്ടർ എന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ പെർമിഷൻ ചോദിക്കും, അലോ കൊടുക്കുക. 2ഓളം പെർമിഷൻ അലോ കൊടുക്കാനുണ്ട്. അത് രണ്ടും കൊടുത്താൽ നിങ്ങളുടെ ഫോണിൽ ഇരിക്കുന്ന മുഴുവൻ MP3 പാട്ടുകളും ഇതുപോലെ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ഓഡിയോ ഫയലുകൾ ഉണ്ടാവും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏത് പാട്ടാണ് ക്രോപ്പ് ചെയ്തെടുക്കേണ്ടത് ജസ്റ്റ് ആ പാട്ട് ഇതുപോലെ സെലക്ട് ചെയ്യുക. നിങ്ങൾ സെലക്ട് ചെയ്ത പാട്ടിൻ്റെ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇവിടെയും താഴെയും മുകളിലായിട്ടുള്ള 2 ഓപ്ഷനാണ്. നമുക്ക് ഏത് സെക്കൻഡ് മുതൽ ഏത് സെക്കൻഡ് വരെ, ഏത് മിനിറ്റ് വരെ എന്നൊക്കെ ഇതിൽ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പാട്ടിൻ്റെ ഏത് ഭാഗമാണ് വേണ്ടത് കൃത്യമായിട്ട് കേൾക്കാനും പറ്റും. നിങ്ങൾ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ പാട്ട് കൃത്യമായി കേൾക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി മുകളിൽ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് പ്ലസും മൈനസും ക്ലിക്ക് ചെയ്തിട്ട് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതായത് ഒരു പാട്ട് തുടങ്ങുന്നത് എവിടെ, മ്യൂസിക് എവിടെ, ഒരക്ഷരം പോലും വിട്ടുപോകാതെ സെക്കൻഡ് അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോലും വേണ്ട ഭാഗം ഇതുപോലെ സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വേണ്ട ഭാഗം ലഭിച്ചു കഴിഞ്ഞാൽ മുകളിൽ സേവ് ബട്ടൺ ഉണ്ട്, അതിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇനി ഫോർമാറ്റുകളൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൺവേർട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അല്പസമയം കൊണ്ട് തന്നെ നമുക്ക് ആ റിംഗ് ടോൺ ലഭിക്കുന്നതാണ്. കട്ട് ചെയ്ത റിംഗ് ടോൺ സെറ്റ് ചെയ്തെടുക്കാൻ ഇവിടെ സെറ്റ് ആസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഓക്കെ കൊടുക്കേണ്ട ബട്ടൺ വരും. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു പെർമിഷൻ നിങ്ങൾ ഓൺ ആക്കി കൊടുക്കണം. ഇനി ഓൺ ചെയ്തതിന് ശേഷം നേരെ പിറകിലേക്ക് വരാം. എന്നിട്ട് നിങ്ങൾ വീണ്ടും അതുപോലെ തന്നെ സെറ്റ് ആസ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അത് റിംഗ് ടോൺ ആയിട്ട് വെക്കണോ, അലാറം വെക്കണോ, അല്ല നോട്ടിഫിക്കേഷൻ ആയിട്ട് വെക്കണോ, എന്താണ് വേണ്ടത് അത് നിങ്ങൾ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്താൽ ഇത് റിംഗ് ടോൺ ആയിട്ടും നോട്ടിഫിക്കേഷൻ ടോൺ ആയിട്ടും അലാറം ടോൺ ആയിട്ടും ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾക്കും ഇത് ഉപകാരപ്പെടും. അപ്പോൾ ദയവായി ഷെയർ ചെയ്യണം. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ നിങ്ങൾ ഫാറ്റ ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.